ഇവരൊന്ന് സഹായിച്ചോളൂ. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഉണ്ണി, അല്ല കിഴക്കേടത്തെ മുറ്റത്ത് എന്താണ് ഒരു പന്തലൊരുക്കം? രാവിലെ മുതൽ തുടങ്ങിയതാ, എന്താന്നറിയില്ല. മുത്തശ്ശനെ വിളിച്ചും ചോദിച്ചാലോ? എന്നിട്ട് അത് ആരെങ്കിലും കണ്ടാ മതി. അല്ല, നമുക്ക് ഈ എഴുതി ചോദിച്ചാലോ? എന്റെ സപ്തതിയാണ്. പുത്തെഴുത്ത് ക്ഷണിക്കാതിരിക്കരുത്. തീർന്നില്ലേ ഇതുവരെ? അകത്തെ കസേരയുടെ ഒന്ന് പോളിഷ് ചെയ്യണം. ഇവിടെ ക്ഷണിക്കാൻ പറഞ്ഞ എന്റെ പൊരുള് മുത്തച്ഛന് മനസ്സിലായി കാണൂലേ? ഒന്നുകൂടി എഴുതി ചോദിച്ചാലോ? പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. വന്നേ. ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. എന്ത് പറയുന്നു? രസ്യടി 1.5 ടൺ വെയിറ്റ് ഉണ്ട്. എനിക്ക് മലയാളം ഇതാരെ കൊണ്ടാ ഒന്ന് വായിപ്പിക്കുക? തേങ്ങ 500, പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട? അതെ. നീയാണോ? അതെ, ഞാനാണ്. നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്? പിണ്ണാക്ക് തിന്നുന്ന ഞാനല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഉണ്ട്, വായിക്ക്. ഇത് വായിക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്ക്. എന്നാ പിന്നെ നിനക്ക് വായിച്ചൂടെ? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ? അത് പിന്നെ ഒട്ടും അറിയില്ല. വായിക്ക്. പരസ്പരം. നീ എന്തൊരു ചെവിത്ര? എടാ, ഇത് വായിച്ചാ മതി, നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. വായിക്കടാ. പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഇസ്രാവക്ക് എന്നോട് അത്ര ഇഷ്ടോ? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഞാൻ കുറെ തുക ചെലവാക്കി. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇതിനാ ചെലവാക്കിയത്. ഒരു രഹസ്യം അറിയാൻ. എന്ത് രഹസ്യം? പുത്തേഴത്തെ കാര്യസ്ഥൻ കൃഷ്ണനുണ്ണിയെ കുറിച്ചുള്ള രഹസ്യം. ആ രഹസ്യം കേട്ടപ്പോ കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ ഇനി അത് പറഞ്ഞാലോ? വേണ്ട വേണ്ട, ആ രഹസ്യം എന്റെ തലയിൽ തന്നെ ഇരുന്ന് ക്ലാവ് പിടിച്ചോട്ടെ. നിന്റെ കാര്യസ്ഥ പണി തട്ടിയെടുത്ത് നിന്നെ വരും കറിവേപ്പിലയാക്കി പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ച് നിന്റെ പരമ്പരാഗത തകർത്ത ആ തെണ്ടിയോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. ടാക്സി എന്താ ഇവിടെ ഒരു കണക്കെടുപ്പ്? അല്ല, സപ്തതിക്ക് ഏകദേശം എത്ര പേര് വരും നോക്കുമായിരുന്നു. എന്റെ ഓഫീസിൽ 25 പേര് കാണും. 30 പേരെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ എങ്ങോട്ടാ? പുത്തേഴത്ത് വരെ. സപ്തതിക്ക് ക്ഷണിക്കാനായിരിക്കും. അച്ഛന്റെ ഒരു തമാശേ. തമാശയല്ല, ക്ഷണിക്കാൻ തന്നെയാ പോകുന്നത്. അയൽക്കാരെ ക്ഷണിക്കാതിരിക്കുന്നത് മര്യാദകേടാണ്.
പുത്തേഴത്തെയും കിഴക്കേടത്തെയും കാരണവന്മാര് ഒരുമിച്ച് അമ്പലത്തിൽ തിരി തെളിച്ചു എന്നറിഞ്ഞപ്പോ ഒന്നും പറയാതിരുന്നത് ഭഗവതിയുടെ കാര്യമായതുകൊണ്ടാ. ഇതങ്ങനെയല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ചോദിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയത്. ഇനിയിപ്പോ നിങ്ങളുടെ സമ്മതം ചോദിച്ചിട്ട് വേണ്ട എൻ്റെ സപ്തതിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കാൻ. ഈ വെള്ളക്കഷായത്തിന്റെ കൂട്ട എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞാടാ. അല്പാൽപ്പം കഴിച്ച് കഴിച്ച് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ആ മാധവനാണല്ലേ? ഞാൻ കരുതി ആ കിഴക്കേടത്തെ തൊടിയ മാറായിരിക്കും. തടിയന്മാര് തന്നെ. അയ്യോ ദൈവമേ, ഞാൻ കിഴക്കേടത്താണോ ഇത്രയും നേരം ഇരുന്നത്? നിക്കടോടെ ശങ്കരൻ നായരില്ലാത്ത വിളിക്കടോളെ. ദൈവമേ, ഞാൻ പുത്തേഴത്ത് തന്നെയാണല്ലോ. വെക്കുന്ന വെടിയല്ല ഉന്നം തെറ്റുകയാണോ മക്കളെ? ഓ, കുടിക്കുന്ന ശീലമുണ്ടോ? വയറ് കണ്ടോണ്ട് നീ ആരോടെ പറയാന്നറിയോ? മുത്തശ്ശ കേറി വാ. എന്താ ഇവിടെ? വീട്ടിൽ കയറി വന്ന അതിഥിയോട് കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദ കൈമോശം വന്നോ പുത്തേഴത്തെ കുട്ടികൾക്ക്? വരണം വരണം, കൃഷ്ണവാര്യർ ഇരിക്കണം. ഞാൻ എൻ്റെ സപ്തതിക്ക് ക്ഷണിക്കാൻ വന്നതാണ്. ശങ്കരൻ നായരും കുടുംബവും പങ്കെടുക്കണം. തീർച്ചയായിട്ടും. എടോ മേജറെ, ഓ, കാലം മാറ്റാത്ത വാശിയും വൈരാഗ്യം ഒന്നും ലോകത്തില്ലാന്ന് സമയം കിട്ടുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തന്നോടാ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ മേജർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിക്കുന്ന കാലം വരൂന്ന്. എപ്പോ? എപ്പോഴോ? അപ്പോ പറഞ്ഞ പോലെ എല്ലാരും വരണം. ആയിക്കോട്ടെ. വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ട് വാ. ചെല്ലേ. മുതലാളി, മുതലാളി, എനിക്ക് കിഴക്കേടത്ത ഒരു വമ്പൻ രഹസ്യം പറയാനുണ്ട്. അതാടാ കുമാരൻ തന്നെടാ. കിഴക്കേടത്തെ വാര്യർ സാറോ? സോറി, വീട് മാറിപ്പോയതാ. ഇത് പുത്തേഴത്ത് തന്നെയാണല്ലോ. എന്റെ വീട്ടിൽ കയറി വിഗ്രഹം മോഷിച്ച കള്ള. ഞാനല്ല. കണ്ടോ, അവനല്ലെന്ന് അതിൽ തന്നെയുണ്ട് കള്ളം. ഞാനാണ്. കണ്ടോ, അവൻ സമ്മതിച്ചു, അവനാണെന്ന്. മുതലാളി ആള് മാറി. പുത്തേഴത്തെ മുതലാളി ഒരു മീറ്റിംഗ് വന്നേ. എന്തിനാ? മുതലാളിക്ക് ഒരു കാര്യം അറിയോ? എനിക്കൊരു കാര്യം അറിയണ്ട. കിഴക്കേടത്ത് കയറി കട്ട കള്ള നിന്നെ ഈ മുറ്റത്തും കാല് കുത്തരുത്. വടിവേലു പിടിച്ച് പുറത്താക്കണം. എന്തിനാ എന്നെ പൊക്കിയെടുക്കണത്? പറയുന്ന കേട്ടില്ലടാ, കാലുകുത്താൻ പാടില്ല. ഡ്രൈവർ വണ്ടി എടുത്തോളൂ. ദൗത്യം പാലി. അവന് തലക്കകത്തൊരു കോപ്പമില്ല. ഒരു വെടിവെച്ച കാലം മറന്നു. മാധവ, നിന്റെ തന്തപ്പടി ആ വാരരുടെ സപ്തതിക്ക് പോവാൻ തയ്യാറെടുക്കുക. വിടരുത്, മുറുകെ പിടിച്ചോണം. എന്താ ഒന്നും മിണ്ടാത്തത്? എടോ, തനിക്ക് ചേർന്നത് മേജർ നായർ എന്ന പേരല്ല, മേജർ നാരദൻ എന്ന. ഓ, ശ്രീദേവി എവിടെ? ഇറങ്ങാറായില്ലേ അവൾക്ക്? അവള് ദേവിയോടൊപ്പം വന്നോളാന്ന്. എന്താ വക്കീല് വരുന്നില്ലാന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. പഴയ കൂട്ടുകാരന്റെ വെളിയിൽ അച്ഛനെല്ലാം മറന്നല്ലേ. പക്ഷെ പാറമടക്കയത്തിൽ ചത്തുപൊങ്ങിയ കൂടപ്പറപ്പിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന് കാരണക്കാരൻ ആ കൃഷ്ണവാര്യരുടെ മകനാണെന്ന കാര്യം മറക്കണ്ട. മകൻ ചെയ്ത തെറ്റിന് ശിക്ഷിക്കേണ്ടത് അച്ഛനെ അല്ലല്ലോ. ചെയ്ത തെറ്റിന് മകനെ പടിയിറക്കി വിട്ടവനാ കൃഷ്ണവാര്യർ. അന്ന് ഒളിച്ചോടിയ ആ പരനാറിയെ പിടിച്ചോണ്ടുവന്ന് എന്റെ മുന്നിലിട്ട് തന്നാൽ നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും അവനെ വെട്ടി ദൂർക്കാൻ. വരുന്നെങ്കിൽ നിനക്കും കൂടെ വരാം. നീ വന്നില്ലാന്ന് വിചാരിച്ച് എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. എന്താ മാധവ, കൂടെ ഇറങ്ങാൻ നിനക്കൊരു അമാന്തം? ഏയ്, ഞാൻ വരാം. എന്നാ വാ. നടക്ക. വാ.